മുത്തപ്പൻ യഥാർത്ഥത്തിൽ വിഷ്ണുവാണോ ശിവനാണോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കാറുണ്ട്. മുത്തപ്പൻ വിഷ്ണുവാണ്, അതേസമയം മുത്തപ്പൻ ശിവനുമാണ്. മുത്തപ്പൻ രണ്ടുമാണ്. മുത്തപ്പൻ രാജാധിരാജനാണ്. ഏതു പേരിൽ വിളിച്ചാലും ഏതു രൂപത്തിൽ ആരാധിച്ചാലും അത് മുത്തപ്പനെ ആരാധിക്കുകയാണ് എന്നാണ് മുത്തപ്പൻ പറയുന്നത്. തിരുവപ്പനയായും വെള്ളാട്ടമായും പ്രത്യക്ഷപ്പെടുന്ന മുത്തപ്പന്റെ രണ്ട് ഭാവങ്ങൾ വലിയ മുത്തപ്പനെന്നും ചെറിയ മുത്തപ്പനെന്നും അറിയപ്പെടുന്നുണ്ടല്ലോ. മഹാവിഷ്ണു വലിയ മുത്തപ്പനായും ശിവൻ ചെറിയ മുത്തപ്പനായും അവതരിച്ചു എന്നാണ് വിശ്വാസം. വലിയ മുത്തപ്പൻ ചെറിയ മുത്തപ്പൻ എന്നിങ്ങനെയാണ് പറയപ്പെടുന്നത് എങ്കിലും അവയിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ല. ഭക്തനിതിൽ ഒരു വ്യത്യാസവുമില്ല. രണ്ടു ചൈതന്യങ്ങളെയും സാധാരണയായി മുത്തപ്പ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. പാടിയിൽ ഉത്സവം നടക്കുമ്പോൾ അവസാനം തിരുവപ്പന തമ്പുരാനോട് ശ്രീപാലാഴിയിൽ പള്ളിക്കുറുപ്പ് കൊള്ളാൻ പോകുന്നു വാണവരെ എന്നാണ് പറയുക. ശ്രീപാലാഴിയിൽ പള്ളിക്കുറുപ്പ് കൊള്ളുന്നത് വിഷ്ണുവാണല്ലോ. അതേസമയം വെള്ളാട്ടം കൈലാസത്തിൽ പള്ളിക്കുറുപ്പ് കൊള്ളാൻ പോകുന്നു എന്നാണ് പറയുക. കൈലാസത്തിലേക്ക് പോകുന്ന വെള്ളാട്ടം ശിവരൂപമാണ് എന്നാണല്ലോ അർത്ഥം. ചെറിയ മുത്തപ്പൻ വലിയ മുത്തപ്പനെ സംബോധന ചെയ്യുമ്പോൾ ശ്രീ പാലാഴിനാഥനാണ് നമ്മുടെ നാനാറ് എന്ന് കൂടെ കൂടെ ഓർമ്മപ്പെടുത്താറുണ്ട്. തിരുവപ്പന വെള്ളാട്ടത്തെക്കുറിച്ച് ശ്രീ കൈലാസനാഥനാകും നമ്മുടെ ചെറുക്കനെന്ന് ചിലപ്പോൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. തിരുവപ്പനയുടെ മുൻഭാഗത്ത് കാണുന്ന മഷിയടയാളം മഹാവിഷ്ണുവിന്റെ ശ്രീവത്സമായിട്ടും കയ്യിലെ വാൽക്കണ്ണാടി സുദർശനമായിട്ടുമാണ് കോലധാരികൾ കരുതുന്നത്. അതേസമയം വെള്ളാട്ടം സ്വയം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: പെരുമ്പാമ്പ് കുടുക്ക് വെച്ച പ്രകാരം മൂർധാവിൽ വളച്ചു കെട്ടിയിരിപ്പൊരു വേഷക്കാരനാണ് മുത്തപ്പൻ. പാമ്പിനെ അണിഞ്ഞവൻ ശിവൻ തന്നെ. മറ്റൊരു കൗതുകകരമായ വസ്തുത, പറശ്ശിനിക്കടവ് മടപ്പുരയിൽ ദീപസ്തംഭത്തിന് മുകളിൽ ഗരുഡപ്രതിഷ്ഠയും കൊടിമരത്തിന് മുകളിൽ ഋഷഭപ്രതിഷ്ഠയുമാണ് എന്നതാണ്. വൈഷ്ണവ ശൈവ സാന്നിധ്യങ്ങളെയാവാം ഈ രണ്ടു രൂപങ്ങളും തെളിയിക്കുന്നത്. പാടിക്കുറ്റി അന്തർജനവും അയ്യങ്കര വാഴുന്നവരും തീവ്ര ശിവഭക്തരായിരുന്നു എന്നാണ് വിശ്വാസം. പയ്യാവൂർ ശിവനും എരുവശി ഭഗവതിയും അവരുടെ ഇഷ്ടദേവതകളായിരുന്നു. മക്കളില്ലാത്ത ദുഃഖത്തിന് അറുതി വന്നത് ശിവന്റെ അനുഗ്രഹം കൊണ്ടാണ്. അങ്ങനെയാണ് തിരുനെറ്റിക്കല്ലിൽ നിന്നും പാടിക്കുറ്റി അന്തർജനത്തിന് ഭഗവത് ലക്ഷണങ്ങളുള്ള ദിവ്യ ശിശുവിനെ ലഭിക്കുന്നത്. തിരുവപ്പന പരമാത്മാവിനെയും വെള്ളാട്ടം ജീവാത്മാവിനെയും പ്രതിനിധാനം ചെയ്യുന്നതായി ഒരു വിശ്വാസമുണ്ട്. തിരുവപ്പന കറുത്ത താടി ധരിച്ച് നിത്യമായ പരമാത്മാവിനെ അനുസ്മരിക്കുന്നു. വെള്ളാട്ടത്തിന്റെ വെളുത്ത താടി ജ്ഞാനിയുടെ തപസ്സിനെ ഓർമ്മിപ്പിക്കുന്നു. ശിവൻ ജ്ഞാനത്തെയും വിഷ്ണു രക്ഷയെയും സൂചിപ്പിക്കുന്നു. തിരുവപ്പനയുടെ സങ്കല്പം രാജാധിരാജൻ എന്നാണ്. മുത്തപ്പൻ അയ്യങ്കര ഇല്ലത്തു നിന്ന് പുറപ്പെട്ടത് വേടരാജാവായാണ്. തിരുവപ്പനയുടെ രൂപം തന്നെ രാജകീയമാണ്, രാജാധിരാജന് ചേരുന്ന വിധത്തിൽ. പക്ഷേ ശിവൻ അലങ്കാരങ്ങൾ പണ്ടേ ഇല്ലല്ലോ. തോലുകൊണ്ട് ഒരു വസ്ത്രവും മേലാകെ ചുടലച്ചാരവും. അതുകൊണ്ട് തന്നെ വെള്ളാട്ട രൂപം വളരെ ലളിതമാണ്. ശൈവ വൈഷ്ണവ സങ്കല്പങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥാനമെന്ന നിലയ്ക്ക് മുത്തപ്പന്റെ ഐതിഹ്യത്തിന് അയ്യപ്പന്റെ ഐതിഹ്യവുമായി ചില സമാനതകൾ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കലിയുഗ വരദായകൻ എന്ന നാമം രണ്ടുപേർക്കും യോജിക്കുന്നു എന്നും മുത്തപ്പനും ഒരു ഹരിഹരനാണ് എന്നും വിശ്വാസമുണ്ട്. ചാമുണ്ഡി ദേവിയുടെ കൈകൊണ്ട് മരിച്ച മഹിഷാസുരന്റെ സഹോദരിയായ മഹിഷിയുടെ ഉപദ്രവങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിനായിട്ടായിരുന്നു അയ്യപ്പന്റെ ജനനം. വൈഷ്ണവ ശൈവ ശക്തികളുടെ കൂടിച്ചേരൽ കൊണ്ട് മാത്രമേ മഹിഷിയെ നിഗ്രഹിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. മുത്തപ്പൻ ജനിച്ചത് ചവിട്ടി മെതിക്കപ്പെട്ട അധകൃതരുടെയും ഗിരിജനങ്ങളുടെയും ഉദ്ധാരണത്തോടൊപ്പം അവരെ ആത്മീയമായി ഉണർത്തുന്നതിനായിരുന്നു. അയ്യപ്പൻ പന്തള രാജാവായിരുന്ന രാജശേഖരന്റെ വളർത്തുപുത്രനായിരുന്നു. മുത്തപ്പൻ അയ്യങ്കര വാഴുന്നവരുടെയും പാടിക്കുറ്റി അന്തർജനത്തിന്റെയും. രാജശേഖര രാജാവിന് പമ്പാ നദിയുടെ തീരത്ത് നിന്നാണ് അയ്യപ്പന് ലഭിച്ചത്. എരുവശിപ്പുഴയിലെ തിരുനെറ്റിക്കല്ലിൽ നിന്നാണ് അന്തർജനത്തിന് മുത്തപ്പന് ലഭിച്ചത്. കൊട്ടാരത്തിലെ പ്രശ്നങ്ങൾ മൂലമാണ് അയ്യപ്പന് പന്തളം കൊട്ടാരം ഉപേക്ഷിച്ചു പോകേണ്ടി വന്നത്. അയ്യങ്കര വാഴുന്നവരുടെ ചുറ്റിലും മുത്തപ്പനെതിരെ ഉണ്ടായിരുന്ന എതിർപ്പുകളാണ് മുത്തപ്പന് വീട് വിട്ടിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാക്കിയത്. അയ്യപ്പൻ പുലിവാഹനനാണ്. വനയാത്രക്കിറങ്ങിയ മുത്തപ്പനെ അനുഗമിച്ചതായി തോറ്റം പറയുന്നത് 4ഓളം നല്ല ചെന്നായ കുഞ്ഞുങ്ങളും 2ഓളം നല്ല പുലിക്കുഞ്ഞുങ്ങളും എന്നാണ്.
മുത്തപ്പ ദർശനത്തിനും അയ്യപ്പ ദർശനത്തിനും ജാതിമത വർഗ വേർതിരിവുകളൊന്നുമില്ല. ഈ രണ്ട് സ്ഥാനങ്ങളും മലമുകളിലാണ്. ആയിരക്കണക്കിന് അയ്യപ്പ ക്ഷേത്രങ്ങൾ പലയിടത്തായി ഉണ്ടായിട്ടും ശബരിമല സന്നിധാനം അയ്യപ്പന്റെ ആരൂഢമായി വേറിട്ട് നിൽക്കുന്നത് പോലെ അനേകം മടപ്പുരകൾ ഉണ്ടെങ്കിലും മുത്തപ്പൻ എന്നാൽ പറശ്ശിനിക്കടവാണ് നമുക്ക് ഓർമ്മ വരിക. ഇനിയുമുണ്ട് സമാനതകൾ. നീലിമലയിൽ ക്ഷേത്രം പണിയാൻ അയ്യപ്പൻ നിർദ്ദേശിച്ചത് ഒരു ശരമയച്ചുകൊണ്ടാണ്. ആ ശരം ചെന്ന് തറച്ച ശബരിമലയിലാണ് പന്തളത്ത് രാജാവ് അയ്യപ്പ ക്ഷേത്രം പണിതത്. തിരുവപ്പന അയച്ച ശരം ചെന്ന് തറച്ചത് പറശ്ശിനിക്കടവിലെ കാഞ്ഞിരമരത്തിലായിരുന്നു എന്ന് മുത്തപ്പന്റെ ഐതിഹ്യം പറയുന്നുണ്ട്. അവിടെയാണ് ഇന്ന് പറശ്ശിനിക്കടവ് മടപ്പുര നിലനിൽക്കുന്നത് എന്നത് കൗതുകകരം തന്നെയാണ്. അമ്പും വില്ലും പ്രധാന ആയുധങ്ങളാക്കിയ മുത്തപ്പൻ ഒരു അസാധാരണ വേട്ടക്കാരൻ കൂടിയാണ്. മുത്തപ്പനുമായി ഗാഠബന്ധമുള്ളവരാണ് അടിയാന്മാർ. പാടിയിൽ മുത്തപ്പന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇവരാണ്. മുത്തപ്പന്റെ കർമ്മങ്ങൾ ചെയ്യാൻ ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നിൽ ഒരു ഐതിഹ്യം പരക്കെ പറയപ്പെടുന്നു. പേരാവൂരിൽ കൃഷി ചെയ്ത് നെല്ല് കാവൽപ്പുര കെട്ടി സംരക്ഷിക്കുകയായിരുന്നു അടിയാന്മാരായ എളോരനും മൂത്തോരനും. ഉറക്കത്തിലായിരുന്ന അവരെ തിരുവപ്പനയ്ക്ക് സദൃശമായ രൂപത്തിൽ വന്ന ഈശ്വര ചൈതന്യം ഉണർത്തി. ഉണർന്നെണീറ്റവർ നോക്കുമ്പോൾ നെല്ല് തിന്നുന്ന ഒരു പന്നിയെയാണ് കണ്ടത്. വിളവ് നശിപ്പിക്കുന്ന പന്നിയെ അവർ അമ്പെയ്ത് വീഴ്ത്തി. അവരുടെ അമ്പേറ്റ് ആ പന്നി പിടഞ്ഞു ചത്തു. പക്ഷേ യഥാർത്ഥത്തിൽ ആ പന്നി ദിവസേന രാജാവ് കണി കാണാറുണ്ടായിരുന്ന ജീവിയായിരുന്നു. ആ പന്നി ചത്ത വിവരമറിഞ്ഞ രാജാവ് കുപിതനായി കൊന്നവരെ കഴിവിലേറ്റാൻ കൽപ്പിച്ചു. തങ്ങളുടെ നെല്ല് തിന്ന സങ്കടം കൊണ്ടാണ് പന്നിയെ കൊന്നതെന്ന് അവർ രാജാവിനോട് ഉണർത്തിച്ചു. പന്നിയുടെ വയർ പിളർന്ന് നെല്ല് കാട്ടി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ രാജാവ് അവരെ വെറുതെ വിട്ടു. പക്ഷേ എളോരനും മൂത്തോരനും യഥാർത്ഥത്തിൽ സ്വപ്നം കണ്ടുണർന്നത് തിരുവപ്പന ആയിരുന്നല്ലോ. അത് ഈശ്വരന്റെ സ്വപ്നദർശന സൗഭാഗ്യമായിരുന്നു. ആ സൗഭാഗ്യം ലഭിച്ച അവരുടെ തലമുറക്കാർ അഞ്ചില്ലക്കാർ എന്നറിയപ്പെട്ടു. മുത്തപ്പൻ അവരെ തന്റെ സേവകരാക്കി എന്നാണ് വിശ്വാസം. മുത്തപ്പന്റെ മാത്രമല്ല, നാഗദേവതകളുടെയും അനുഗ്രഹം സിദ്ധിച്ചവരാണ് അടിയാന്മാർ. ഒരിക്കൽ ഒരു അടിയാൻ സ്വന്തം ജീവിതം പണയപ്പെടുത്തി കാട്ടുതീയിൽ നിന്ന് സർപ്പത്തെ രക്ഷിച്ചിട്ടുണ്ട്. ആ നാഗമാതാവിന്റെ വരദാനമായി അടിയാനും വംശപരമ്പരയ്ക്കും വിഷഭയം നീങ്ങിയെന്നാണ് ഐതിഹ്യം. കാര്യം കൊടുംവനത്തിലാണ് പാടിയെങ്കിലും അടിയാന്മാർ കർമ്മികളായിരിക്കുന്നത് കൊണ്ടാണ് ഇതുവരെ അവിടെ പാമ്പുകടിയേറ്റ് അപകടം പറ്റിയതായ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ലാത്തത് എന്നൊരു വിശ്വാസം നിലവിലുണ്ട്. മുത്തപ്പൻ ആരാധനയിലെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ജോലികൾക്കായി പുല്ലായിക്കുടി, കല്ലായിക്കുടി, നൂറ്റടക്കൻ, എളോരൻ, മൂത്തോരൻ എന്നീ 5 ഇല്ലക്കാരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ചന്ദൻ മൂത്തോരൻ ഇല്ലത്തെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. മൂത്തോരൻ കുടുംബം സന്തതിയില്ലാതെ അന്യം നിന്നപ്പോൾ ചന്ദന്റെ അവകാശങ്ങൾ പുല്ലായിക്കുടി ഇല്ലക്കാരുടേതായി മാറി. ഇപ്പോൾ ചന്ദൻ എന്നത് പുല്ലായിക്കുടി ഇല്ലത്തെ മൂത്ത ആൾക്ക് ലഭിക്കുന്ന സ്ഥാനപ്പേരാണ്. ദൈവം തന്നെ വള കൊടുത്ത് തലയിൽ അരിയിട്ട് ചന്ദ എന്ന് 3 പ്രാവശ്യം വിളിച്ചാണ് ചന്ദനെ വാഴിക്കുക. തുടർന്ന് വാണവരും കോമരവും അതുതന്നെ ചെയ്യുന്നു. പിന്നീട് അവരോടൊന്നിച്ച് എല്ലാ അടിയാന്മാരും അരിയെറിഞ്ഞ് ചന്ദ എന്ന് വിളിക്കുന്നതോടെ ചന്ദന്റെ സ്ഥാനാരോഹണമായി. തുടർന്നാണ് ചന്ദൻ ഭഗവാന് വീത്ത് സമർപ്പിക്കുന്നത്. കോമരത്തിനുള്ള അവകാശങ്ങൾ കല്ലായിക്കുടിക്കും, ഭഗവതി കോലത്തിനുള്ള അവകാശങ്ങൾ പുല്ലായിക്കുടിക്കുമാണ്. പാടിയിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ അത് നീങ്ങുന്നതുവരെ അനുഷ്ഠാനങ്ങൾക്ക് മുടക്കം കൂടാതെ കൊണ്ടു നടക്കേണ്ടത് എളോരനാണ്. ഈ ഭരണ സംവിധാനങ്ങളെല്ലാം മുത്തപ്പൻ തന്നെ രൂപപ്പെടുത്തിയതാണ് എന്നതാണ് മുത്തപ്പൻ ആരാധനയുടെ ഒരു സവിശേഷത.